ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 1.5 കപ്പ് ബാസ്മതി റൈസ് 30 മിനിറ്റ് നേരം സോക്ക് ചെയ്ത് വെച്ചേക്കാണ്. വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചേക്കാണ്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി റൈസ് ആണ്. അപ്പോൾ ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു 1.25 ലിറ്റർ വെള്ളം എടുത്തേക്കാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉപ്പ് പാകമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒന്ന് ഉപ്പ് നോക്കുക, അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാകത്തിൽ ഉപ്പ് നമ്മുടെ റൈസിന് കിട്ടുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു റൈസ് ഏകദേശം ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് കുക്കായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ടാണ് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന റൈസിൻ്റെ അനുസരിച്ച് കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ എടുത്തൊന്ന് ഉടച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ടെങ്കിൽ അതാണ് കറക്റ്റായിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ പാകം. അപ്പം നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് ഒരു 6 മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ഒരു 3 പേർക്ക് ആവശ്യത്തിനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഫ്ലെയിം കുറച്ച ശേഷമാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നെയ്യിലോ അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലിലോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാടില്ല. ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വളരെ നമുക്ക് ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇനി ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഉപ്പോ കുരുമുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. കണ്ടില്ലേ, നല്ല അതിൻ്റെ മോയ്സ്ചറൊക്കെ ഒരുപാടങ്ങ് പോയിട്ടൊന്നുമില്ല, എന്നാൽ നല്ല രീതിയിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂണും കൂടെ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിലല്ല, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സവാളയാണ് ഉപയോഗിച്ചേക്കുന്നത്. എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഒണിയൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സവാള ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ 1 കപ്പ് സ്പ്രിംഗ് ഒണിയനൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു ചെറിയ കാപ്സിക്കം അരിഞ്ഞതും 1 ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പീസോ അല്ലെങ്കിൽ ബീൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ആണുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട്. ഫ്ലെയിം കുറച്ചിട്ട് ചെയ്യരുത്, കാര്യം നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോകും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ക്യാരറ്റ് ഈ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ പീലർ വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും അതിനെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഹൈ ഹീറ്റിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് സോയാ സോസാണ്. 1 ടീസ്പൂണേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അഥവാ കുറച്ച് മാത്രം ഒരു 1/2 ടീസ്പൂൺ ചേർത്താലും കുഴപ്പമില്ല. അപ്പം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഈ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഈ സോയാ സോസ് ഒന്നും ശരീരത്തിന് അധികം നല്ല ഒരു സംഭവമല്ല, അതുകൊണ്ട് വളരെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സോയാ സോസിൽ നല്ല രീതിയിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസിലേക്ക് ഒരുപാട് ഉപ്പിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക. ശരിക്കും നല്ല ഒരു കളറാണ്. അപ്പോൾ നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിയിലൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മുകളിലാവുന്ന വിധത്തിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങളിതിൻ്റെ ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ റൈസിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ഒരു സോയാ സോസിൽ ഉപ്പുണ്ട്. പിന്നെ വെജിറ്റബിൾസിൽ ഉപ്പിടുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടില്ലേ, ശരിക്കും നല്ല ഒരു കളറാണ്. അപ്പോൾ ഇതാണ് ഞാൻ ആ ക്യാരറ്റ് പീൽ ചെയ്തിട്ടതിൻ്റെ കാരണം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടാണ് ഇത് കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസ് നല്ല റെഡി ആയിട്ട് വന്നേക്കാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മിസ്സാവാതെ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.